Soy arena, oh so bright. Baila conmigo toda la night. El ritmo suena, can you feel? Move your body, it's so real. Vuélvete loco, don't stop now. Sigue el ritmo, I'll show you how. Fuego en el aire, burning high. Feel the heat, bajo el sky. Baila, baila, sin parar. Shake your body, shine like star. Baila. Hey there, welcome back to my channel. സോ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ള വീഡിയോ ഒരു പെണ്ണ് കാണലാണ്, എന്റെ ഫ്രണ്ടിന്റെ ആണ് കേട്ടോ. ഇതാണ് അവളുടെ പൂമുഖവാതിൽ. അപ്പൊ എങ്ങനെയുണ്ട് വീട്? സൂപ്പർ അല്ലേ? വീട് ചുറ്റിനും കാടാണ്, അതായത് ഒത്തിരി ചെടികളും മരങ്ങളും ഒത്തിരി ഫലപുഷ്ടങ്ങളും, അടിപൊളിയാണ് കേട്ടോ. 2 ദിവസമാണ് ഞാൻ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ വൈബായിരുന്നു, അടിപൊളി ഡേയ്സ് ആയിരുന്നു കേട്ടോ. പാടെ ഞാനും അനിയത്തിയും കൂടി നേരെ അവളുടെ പറമ്പിലേക്കാണ് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തോരം ചെടികളും എന്തോരം മരങ്ങളും വൃക്ഷങ്ങളൊക്കെയാണല്ലോ നിൽക്കുന്നത്. എനിക്ക് അത് കണ്ടാൽ എനിക്ക് ഇരിക്കപ്പുറത്തെ ഉണ്ടാവില്ല, അകത്തിരിക്കാൻ പറ്റില്ല. ഒരുപാട് കോഴിയും താറാവും എല്ലാ സംഭവം ഉണ്ട് കേട്ടോ അവിടെ. അപ്പോ റംബൂട്ടാന്റെ മരം ഇവിടെ ഉണ്ട്. ഇതിൽ നിറയെ റംബൂട്ടാനാണ് കേട്ടോ. നിങ്ങൾ കണ്ടോ എന്ത് രസാ. എനിക്ക് എന്നിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ടെറസിന്റെ മുകളിൽ നിറയെ ഇതിന്റെ ബ്രാഞ്ചസ്. ടെറസിൽ നിന്ന് തന്നെ എനിക്ക് ഒത്തിരി റംബൂട്ടാൻ പറിച്ചിട്ട് അവളെ എനിക്ക് വീട്ടിലേക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത് വീട്ടിലും കൊടുത്ത് എന്റെ വേറൊരു ഫ്രണ്ടിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാ ഈ പൂക്കൾ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ചട്ടിയിൽ ഇങ്ങനെ തൂക്കിയിടുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ടിട്ട് നല്ല രസമാണ് കേട്ടോ. ഞാൻ ഇനിയിപ്പോ നെക്സ്റ്റ് പോക്കിന് കുറച്ച് കൊണ്ടുവരാന്ന് വിചാരിക്കുവാണ്. നല്ല കാറ്റും തണുപ്പും ഒക്കെയാണ് ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കാനായിട്ട് ഇവരുടെ വീട്ടിൽ. ഞങ്ങൾ കുറെ നേരം ഇവിടെ ഫ്രണ്ടിൽ വന്നിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരിക്കാനായിട്ട് ഫ്രണ്ടില്. എന്താ കാന്താരി മുളക് എനിക്ക് എന്ത് ഇഷ്ടമാന്ന് പറയാം ചോറിന്റെ കൂടെ തിന്നാനായിട്ട്. അപ്പൊ കാന്താരിയുടെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ. കാന്താരി മാത്രമല്ല, ഒത്തിരി ചെടികളുടെ വെറൈറ്റീസ് പലയിടങ്ങളിലായിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ജിമ്മിക്കുട്ടൻ ആളൊരു പാവമാണ്. ഈ കാണുന്ന വലിപ്പം മാത്രമുള്ള ആൾക്ക്. അമ്മയുടെ ചിങ്കരി കുട്ടിയാണ്. അപ്പം 2 പട്ടിക്കുട്ടികളും പുറത്ത് അവർക്ക് കൂടുണ്ട്. അത് കഴിഞ്ഞിട്ട് അകത്തേക്ക് മോർണിംഗ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി വെക്കും കേട്ടോ. ഇതാണ് അവരുടെ വീടിന്റെ ഉള്ളിൽ. എനിക്ക് അധികമൊന്നും എടുക്കാൻ പറ്റില്ല. ഉള്ളില് ഇപ്പം 2 നില കണ്ടിട്ട് അവരുടെ പല റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അവളുടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ്. അവളുടെ വണ്ടിക്ക് അവൾ തന്നെ പല സ്ഥലങ്ങളും കൊണ്ടുപോയി, മേജർ ആയിട്ടുള്ള സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിച്ചു. ഇത് വർക്കല കേട്ടോ. വർക്കല ബീച്ചിൽ തന്നെ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർക്കല ശിവരി അമ്പലം കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെ പല ടെമ്പിൾസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 വീലർ ആയതുകൊണ്ടിട്ട് ഞാനും എന്റെ ഫ്രണ്ടും കൂടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അനിയത്തി അവിടെ വീട്ടിലായിരുന്നു ഇന്നേച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട്. ഞങ്ങളൊരു ഉച്ച ആ ഒരു സമയം പോയതുകൊണ്ട് ഭയങ്കര വെയിലായിരുന്നു. എന്നിരുന്നാലും എനിക്ക് ആ ഒരു പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടുകൊണ്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരമൊക്കെ അവിടെ ചുമ്മാ ഇങ്ങനെ സ്റ്റേ ചെയ്തിട്ട് കുറച്ചു നേരം അങ്ങോട്ടൊക്കെ വണ്ടിയൊക്കെ ഓടിച്ച് പല ഏരിയാസൊക്കെ എന്നെ കാണിച്ച് പരിചയപ്പെടുത്തി തന്നിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 2 ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ പെണ്ണുകാണലിന് പോയിട്ടുണ്ടായിരുന്നതാണ്. പെണ്ണുകാണൽ വീഡിയോസ് ഒന്നും എനിക്ക് അത് എടുക്കാൻ പറ്റിയില്ല. കാരണം അത്ര ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൾക്കാരൊക്കെ വന്ന് കൂടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകെ അടക്കാൻ പറ്റിയില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുക, അങ്ങനെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ടൈം
പോയിട്ട് ഫോൺ അങ്ങനെ എടുക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല ഫോൺ എടുക്കാൻ നമുക്ക് തോന്നിയില്ല, അത്രയും ഫുൾ എൻഗേജ്ഡ് ആയിപ്പോയി. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, അങ്ങനെ എൻഗേജ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേര് കാപ്പിൽ ബീച്ചാണ് കേട്ടോ. കാപ്പിൽ എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മുടെ ബീച്ചും ലേക്കും കൂടി ജോയിൻ ആവുന്ന പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ ബീച്ചും ലേക്കും ഉണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബീച്ചാണ് കേട്ടോ. നമ്മൾ ആദ്യം കണ്ടത് ലേക്കാണ്. അപ്പോൾ രണ്ടും ഒരുമിച്ച് ഉള്ള ഒരു പ്ലേസ് ആണ്. അത് അത്യപൂർവമായിട്ടുള്ള പ്ലേസ് ആണ്. ഇത് ലേക്കാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നിട്ട് പിന്നെ ഇത് കണ്ടോ, ഇതാണ് ലേക്ക്. നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. അത് കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ വർക്കല ബീച്ചിൽ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബീച്ചിൽ പോന്നു. ബീച്ചില് സൈഡിൽ തന്നെ ഡാർജിലിംഗ് കഫേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് നൈറ്റ് പാർട്ടി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അത് നോക്കി കുറച്ചു നേരം ഞങ്ങൾ സെർച്ച് ചെയ്ത് നടന്നു. കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും രണ്ട് പേര് വന്നിട്ട് പറഞ്ഞു അവിടെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള പാർട്ടി ഉണ്ട്, അപ്പൊ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ വരാൻ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ ആ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നതാണ് കേട്ടോ, എവിടെയാണെന്നുള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ ഫ്രണ്ട്, ഞാനാണ് ഇവിടെ കൂടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്നിട്ടുണ്ടായിരുന്നു. ബീച്ചിന്റെ സൈഡിലാണ് ഈ പരിപാടി നടക്കുന്നത്, വർക്കലയില്. അപ്പോൾ ഒത്തിരി ആൾക്കാർ നൈറ്റ് ഇവിടെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്, ഫാമിലിനേക്കാളും. ഒത്തിരി വഴിയോര കച്ചവടങ്ങളാണെങ്കിലും ഒത്തിരി റേറ്റ് കുറച്ചിട്ടുള്ള ഒത്തിരി സാധനങ്ങളും കൂട്ടിയിട്ടാണ്. ഞങ്ങള് ബീച്ചിൽ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഡാർജിലിംഗ് കഫേ തപ്പിയിട്ടുള്ള ഓട്ടത്തിലാണിത്. ഒത്തിരി തിരക്കുണ്ടായിരുന്നു. ഒരുപാട് വഴിയോര കച്ചവടം ഇവിടെ ഉണ്ട് കേട്ടോ. രാത്രിയാണ് കൂടുതൽ ഇവിടെ ആക്റ്റീവായിട്ടുള്ളത്. അവിടെ ഒത്തിരി സീ ഫുഡ് ആണെങ്കിലും നമുക്ക് ലൈവായിട്ട് അവര് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ നമുക്ക് തരും കേട്ടോ. അത് പ്രിപ്പയർ ചെയ്തിട്ടും അവർ നമുക്ക് തരും കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ലൊക്കേഷൻ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് ഉള്ള നടപ്പല്ല, എൻ്റെ ഓട്ടമാണ്. എനിക്ക് അത്രക്ക് ക്യൂരിയസ് ആയിട്ടാണ് ഞാൻ നിന്നിരുന്നത്. കാരണം ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെ അത്യാവശ്യം നൈറ്റ് പാർട്ടി കാര്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഞാൻ അന്നാണ് അറിയുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് അധികം സമയം എടുക്കേണ്ടി വന്നില്ല. ഗേൾസിന് ഫ്രീ ടിക്കറ്റ് ആയതുകൊണ്ട്. ബോയ്സ് മാത്രം, ഞങ്ങളുടെ കൂടെ വന്ന ബോയ്സ് പുറത്തു നിന്നു. ബാക്കിയുള്ള ബോയ്സ് ഒക്കെ ടിക്കറ്റ് എടുക്കുന്നത് നിങ്ങളിപ്പോ കാണുന്നത്. ഞങ്ങള് പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള പരിപാടിയായിരുന്നു, കലാപരിപാടികളാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങള് ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അതിൽ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന കേട്ടോ. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ദൂരം ബസ്സിനായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ നമുക്ക് 2 ദിവസം സൂപ്പർ യാത്രയും കാര്യങ്ങളൊക്കെ ആയി. മൈൻഡൊക്കെ ഒന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ലോങ് നമ്മുടെ വീടിന് ഇപ്പൊ എന്റെ കൊച്ചിയാണ് ലൊക്കേഷൻ, അവിടുന്ന് ട്രിവാൻഡ്രത്തേക്കാണ് പോയത്. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ ഇടയ്ക്ക് പോകണം. റിട്ടേൺ വേറെ റൂട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ വേറെ കുറെ ബീച്ചിലും കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.